ഇത് കണ്ടോ, ഒരു വെറൈറ്റി ഐറ്റം. ഇനി ഇത് മതി എല്ലാത്തിനും കൂടെ എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. ഇത് മാത്രമല്ല, നമുക്ക് ഇതിപ്പോൾ ഇത് കാണുന്ന ലാപ്ടോപ്പ് ആണെന്ന് വിചാരിച്ചോ, അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ ഈ പോർഷൻ നമുക്ക് മാറ്റി വെക്കാം. ഈ കീബോർഡ് വേണമെങ്കിൽ മാറ്റി വെക്കാം. ഈ പെന്ന് ഇതിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് വരുന്നതാണ്, വേണ്ട നമുക്കിതും മാറ്റി വെക്കാം. ഒരു സാധാ ടാബ് പോലെ ഗെയിം കളിക്കാനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ആവശ്യം വരുമ്പോൾ തിരിച്ച് ഇതൊരു ലാപ്ടോപ്പ് പോലെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇവനെ എടുത്ത് ചുമ്മാ ഇതിന്റെ മുകളിലേക്ക് ഇതെങ്ങനെ വെച്ചു കൊടുത്താൽ കീബോർഡ് അറ്റാച്ച് ആയി കീബോർഡ് വന്നു, സുഖമായിട്ട് ഉപയോഗിക്കാം ഒരു ലാപ്ടോപ്പ് പോലെ. പിന്നെ ഡിസ്പ്ലേ ഫുൾ ടച്ച് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് പേന കൊണ്ടൊക്കെ ഡയറക്റ്റ് ആയിട്ട് പടം വരയ്ക്കാനോ കാര്യങ്ങൾക്കോ ഒക്കെ ഉപയോഗിക്കാം. ലാപ്ടോപ്പ് പോലെയും വരയ്ക്കാം, അല്ലെങ്കിൽ പറിച്ച് മാറിയൊരു ടാബ് പോലെ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമുക്ക് വരച്ച് കാര്യങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. സോ കംപ്ലീറ്റ് ഫങ്ഷണലായ ഇത്തരത്തിലൊരു ആൻഡ്രോയിഡ് ടാബാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു ടാബ്, ആൻഡ്രോയിഡ് ടാബ് എന്ന് പറയുമ്പോൾ പലരും അധികം മടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. കാരണം അത്രയും മികച്ച ടാബുകൾ കാണാറില്ല. പക്ഷേ ഇത് വന്നിട്ട് നല്ലൊരു ഐറ്റമാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് കാണാം. പിന്നെ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിനിടയ്ക്ക് ഈ ഒരു വീഡിയോ ലെനോവുമായിട്ടുള്ള നമ്മുടെ കൊളാബറേഷൻ വീഡിയോ ആണെന്നുള്ളതൊന്ന് അറിഞ്ഞിരുന്നോളൂ. കൊളാബറേഷൻ ആണെങ്കിലും ഇതിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണെന്നുള്ളത് മറക്കണ്ടോ. ഈ കാണുന്നതാണ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് മറ്റൊരു ചെറിയ ബോക്സ് ആണുള്ളത്. ആ ബോക്സിനകത്താണ് ഈ കീബോർഡ് ആക്സസറി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് കുറച്ച് നേരം ഇരിക്കട്ടെ. പിന്നെ അടുത്തതായിട്ടും ടാബാണ് വരുന്നത്. ഈ കാണുന്ന തരത്തിലുള്ള ഒരു വലിയ ടാബാണ്. ടാബിനെ കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പ് അടുത്തതായിട്ട് കേബിൾ നമുക്ക് ഇവിടെ കാണാം. 45 വാട്ടിൻ്റെ ചാർജർ, കുറച്ച് ഡോക്യുമെന്റ്സ്, ഒരു പെന്ന്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ടാബ് കയ്യിലോട്ട് എടുക്കാം. നല്ല രസമുള്ള ഡിസൈൻ ആയിട്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ സൈഡിലൊക്കെ ഒരു ചെറിയ തിളങ്ങുന്ന ഒരു സൈഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രീമിയം ഫീൽ ഉണ്ട്. 6.69 mm ആണ് ഇതിന്റെ തിക്നെസ്. മൊത്തം ഡയമെൻഷൻ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് വായിച്ചു നോക്കിക്കോളൂ ആവശ്യമുള്ളവർക്ക്. 640 ഗ്രാമിന്റെ വെയിറ്റ് ഉണ്ട്. സംഭവം വലുതാണ്. 12.7 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ഉള്ള വലിയൊരു ടാബാണ്. അതുകൊണ്ടാണ് നമുക്ക് ലാപ്ടോപ്പായിട്ടും നൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. സോ വലിയ ടാബാണെന്ന് അറിഞ്ഞിരിക്കുക. മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത്. സോ സ്ട്രോങ് ആണ്. IP53 വാട്ടർ റേറ്റിംഗും വരുന്നുണ്ട്. ഡുവൽ മൈക്രോഫോണൊക്കെ മുകളിൽ തന്നെ വരുന്നുണ്ട്. 2 മൈക്രോഫോണും ഉണ്ട്. ഇതിന്റെ ഓവറോൾ ഡിസൈൻ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. താഴെ Type-C പോർട്ട്, അത് USB 3.2 ജനറേഷൻ 1 തന്നെയാണ്. റൈറ്റ് സൈഡിൽ 2 മൈക്രോഫോൺ, നേരത്തെ പറഞ്ഞ പോലെ. അതിൻ്റെ ഒപ്പം വോളിയം ബട്ടണുകൾ കാണാം. ടോപ്പിൽ എന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ് നമ്മൾ പിടിക്കുക. സോ ലെഫ്റ്റിൽ പവർ ബട്ടൺ, സ്പീക്കർ ഗില്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. ഈ പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻഡിക്കേറ്റ് ചെയ്ത് വരുന്നത്. അതിന്റെ പെർഫോമൻസ് കാണണം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. വളരെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോൺസീവ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂ ഇല്ല. പിന്നെ താഴെ ഈ ഒരു 3 പോയിന്റ് കാണാം. ഇതിലേക്കാണ് നമ്മുടെ ആ കീബോർഡ് ആക്സറി നമ്മളിങ്ങനെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് തുടങ്ങും. ഒട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. സോ അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസിൽ സ്പീക്കർ ഞാൻ പറഞ്ഞില്ലേ, ഡുവൽ അല്ല 4 സ്പീക്കർ. ഹർമൻ ഗാർഡന്റെ സ്പീക്കറാണ് വരുന്നത്. ഡോൾബി അറ്റ്മോസ് ഒപ്റ്റിമൈസേഷൻ ഒക്കെ ഉണ്ട്. 4 സ്പീക്കർ, 2 ട്വീറ്റർ, മൊത്തത്തിൽ 6 എണ്ണത്തിന്റെ സെറ്റപ്പാണ്. സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. കണ്ട, നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം സിനിമ കാണാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ച് നൈസായിട്ടിരുന്ന് അടിപൊളിയായിട്ട് സിനിമ കാണാം. ഇനി ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി കൂടി പറയാം. ഒരു രക്ഷയില്ല, നല്ല ക്വാളിറ്റിയാണ്. 12.7 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 3K റെസൊല്യൂഷനുള്ള 144 ഹെർട്സിന്റെ LTPS LCD ഡിസ്പ്ലേ ആണ്. ആന്റി റിഫ്ലക്ഷൻ പ്യുർ സൈറ്റ് പ്രോ എന്നാണ് ഇതിന്റെ പേര്. 640 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 900 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. 100% DCI-P3 സപ്പോർട്ട്, ഡോൾബി വിഷൻ സർട്ടിഫിക്കേഷൻ, അങ്ങനെ എല്ലാം ഉണ്ട്. വീഡിയോസ് ഞാൻ അവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നോർമൽ കണ്ടന്റും സിനിമകളും മറ്റും ഒക്കെ ഞാൻ പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാം തന്നെയും നല്ല ക്വാളിറ്റിയിൽ വിഷ്വൽ ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ നല്ലൊരു ഡിസ്പ്ലേ മൊത്തത്തിൽ ഒരു ടാബിൽ കൊടുത്തിരിക്കുന്നു. സോ അപ്പോൾ ഡിസൈനും ഓഡിയോയും ഡിസ്പ്ലേയും മൊത്തത്തിലെല്ലാം ഗംഭീരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കോംപ്രമൈസും ഇല്ല. ഇനി ഇതിന്റെ പെർഫോമൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്. ഗെയിം കളിക്കണമെങ്കിൽ ഗെയിം കളിക്കാം. 8 Gen 3 പ്രോസറാണ്. അപ്പോൾ അത്യാവശ്യം ഗെയിം കളിക്കാം. നിങ്ങൾക്ക് അഡോബ് ലൈറ്റ് റൂം, അഡോബ് എക്സ്പ്രസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ നല്ല പെർഫോമൻസ് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസറാണ്. LPDDR5X RAM ആണ്. UFS 4.0 സ്റ്റോറേജ്. ആൻഡ്രോയിഡ് 15 വരുന്നത്. 2.2 മില്യൺ ആൻഡ്രോയിഡ് സ്കോറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. 8 Gen 3 എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല പെർഫോമൻസ് ആണ്. സോ അത്യാവശ്യം വേണമെങ്കിൽ ഇതായി കാണുന്ന പോലെ നിങ്ങൾക്ക് ഗെയിമും കളിക്കാം. യാതൊരു വിഷയമില്ലാതെ നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസിനെ കുറിച്ച് പേടി വേണ്ട. ഈ പെർഫോമൻസിന്റെ ഒപ്പം തന്നെ ബാറ്ററിയും 10200 mAh ആണ്. 10200 mAh ബാറ്ററിയാണ് വരുന്നത്. 11 അവേഴ്സിന്റെ യൂട്യൂബ് സ്ട്രീമിംഗ് ആണ് പറയുന്നത്. നെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള യൂട്യൂബ് സ്ട്രീമിംഗ് 11 അവേഴ്സ് ആണ് പറയുന്നത്. അടിപൊളിയാണ്. 45 വാട്ടിന്റെ USB-C ചാർജറാണ് വരുന്നത്. സോ ചാർജിങ് ഇത്തിരി പതുക്കെ ആയിരിക്കും. 45 വാട്ടേ ഉള്ളൂ. എന്നാലും സംഭവം സെറ്റപ്പാണ്. ബാറ്ററി ലൈഫിൽ ടെൻഷൻ വേണ്ട. ഇനി ഇതിന്റെ ക്യാമറ 13 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ബാക്ക് ക്യാമറയും 13 മെഗാപിക്സലാണ്. പ്ലസ് 2 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസ് അടക്കം വരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാം ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്ത ചില വീഡിയോ ക്വാളിറ്റി. അത്യാവശ്യം വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഈ കാണുന്ന തരത്തിൽ നല്ല നിങ്ങൾക്ക് വീഡിയോ കോൾ ക്വാളിറ്റിയിൽ സംസാരിക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ വരുന്നത് Wi-Fi 7, Bluetooth 5.4, USB 3.2 ജനറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 1x3 പോയിന്റ് പോഗോ പിൻ കണക്ടറാണ്. അതായത് താഴെ കാണുന്ന ആ 3 പോയിന്റ് പറഞ്ഞില്ലേ, ആ സാധനം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ മറ്റ് കാര്യങ്ങൾ. Wi-Fi 7 അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിൽ സിം ഇടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ ടാബിന് മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ്
ഒരു രക്ഷയില്ല, സംഭവം സെറ്റാണ്. ഒന്നാമത് ഈ ടാബ് എന്ന് പറയുമ്പോൾ വലിയ സ്ക്രീനാണ്, നമുക്ക് മൾട്ടി വിൻഡോ സൈഡ് ബൈ സൈഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി മൂന്നാമതൊരെണ്ണം പോപ്പപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിനും പറ്റും, ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ടാൽ മൂന്നാമതൊരെണ്ണം മുകളിലോട്ട് ഉപയോഗിക്കാം. സോ കംപ്ലീറ്റ് വലിയ സ്ക്രീൻ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് മൾട്ടി ടാസ്കിങ്, മൾട്ടി വിൻഡോ ഉപയോഗിക്കാൻ സൗകര്യപ്രദമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് AI ഫീച്ചേഴ്സ് മറ്റ് കാര്യങ്ങളൊക്കെ കിടക്കുന്നതിന് മുമ്പ് ആക്സറീസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കീബോർഡ്. ഞാൻ പറഞ്ഞില്ലേ നമുക്കിത് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കണം. ചാടി പിടിക്കുകയാണ് ഇതാ, അപ്പോഴേക്കും ലാപ്ടോപ്പ് ആയി ഇവിടെ കണ്ടോ, ഇനിയൊന്നുമില്ല. സംഭവം നമുക്ക് താഴെ വെച്ചിട്ട് നൈസായിട്ട് ഉപയോഗിക്കാം. കൈകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കൈകൊണ്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡ് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഒരു വിൻഡോസ് കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന പോലെയാണ് സൈഡിൽ ഐക്കൺസ്, താഴെ ടാസ്ക് ബാർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പ് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ നൈസായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൗസ് പോയിന്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഒരു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ചെയ്യാനൊക്കെ നമുക്ക് കീബോർഡ് കൊണ്ട് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാം. കീബോർഡൊക്കെ നൈസാണ്, ഒരു വിഷയമില്ല. നൈസായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ സോഫ്റ്റായ പ്രീമിയം ഫീൽ ഉള്ള ഒരു കീബോർഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ കീബോർഡ് കണക്ട് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇത് എങ്ങനെ ഇവിടെ നിൽക്കും ഈ ഒരു സംശയം ഉണ്ടാവില്ലേ, അതിനും ആക്സസറി ഉണ്ട്. ഇതിങ്ങനെ ഇതിൻ്റെ പിന്നിലേക്ക് ഘടിപ്പിക്കാം, എന്നിട്ട് ഇതിനെ വളച്ചിട്ട് സ്റ്റാൻഡ് പോലെ താഴെ നിർത്തുക, എന്ത് വേണേലും ചെയ്യാം. അതേ കണ്ടോ, സുഖമായിട്ട് നിന്നു. ഇനി ഇവിടെ വെച്ച് നമുക്ക് സുഖമായിട്ട് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ വർക്ക് ചെയ്യാം. സംഭവം സെറ്റ് ഒരു ചെറിയ ലാപ്ടോപ്പ് പോലെയായി. ഇനി ഈ ആക്സസറികളെല്ലാം പറിച്ച് മാറ്റി എപ്പോഴും കൊണ്ടു നടക്കണ്ട, ഇതിൻ്റെ പുറകിൽ തന്നെ വെച്ച് നമുക്ക് കൊണ്ടു നടക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നൈസായി. ഇതൊന്നും വേണമെങ്കിൽ എല്ലാം പിടിച്ച് മാറ്റിയിട്ട് ടാബായിട്ട് കൈ പിടിച്ച് ഉപയോഗിക്കുക. ഇനി ഇതുകൊണ്ടും കഴിഞ്ഞില്ല, നമുക്കിതിലേക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. പെന്ന്, സെറ്റ് പെന്നാണ് കേട്ടോ. 9.5 mm സ്ലിമാണ് ഈ ഒരു പെന്ന്. അലുമിനിയം സിലിക്കോൺ ഗ്രിപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 15 ഗ്രാമിൻ്റെ വെയിറ്റ് ആണ്. ഗ്രേ കളറിലാണ് വരുന്നത്. പാം റിജക്ഷനൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇവരുടെ AI നോട്ടിനകത്ത് എഴുതുന്നുണ്ട്. എഴുതുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ പ്രതാപ് ഓക്കെ നൈസായിട്ട് എഴുതാം. വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ലാഗോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഡീസൻ്റ് ആണ്. ഈ പെന്നിന് ഇതിൻ്റെ ടിപ്പ് നമ്മളിങ്ങനെ അമർത്തുന്നതിനനുസരിച്ച് പ്രഷർ സെൻസിറ്റീവ് ആണ്. ലൈറ്റായിട്ട് നമ്മൾ വരച്ചാൽ ലൈറ്റായിട്ടുള്ള ലൈന വരിക. ഒന്ന് അമർത്തി വരച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കട്ടി കൂടിയൊക്കെ വരും. സാധാരണ ഒരു പെൻ കൊണ്ട് ചെയ്യുന്ന പോലത്തെ പരിപാടി അതൊക്കെ ഉണ്ട് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാം. അതൊക്കെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഡ്രോയിങ്ങിനായാലും എഴുതാനായാലും ഒക്കെ പക്കവായിട്ട് ഉപയോഗിക്കാം. സ്റ്റുഡൻസിനോ ഓഫീസിലോ ആർക്ക് വേണമെങ്കിലും സെറ്റാണ്. ഇതിൻ്റെ ബാറ്ററി 150 mAh ആണ്. ചാർജ് ചെയ്യാൻ വേണ്ടി പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആവശ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോൾ അത് അവിടെ ഇരുന്ന് ചാർജ് ആയിക്കോളും. ഒപ്പം തന്നെ എത്ര ബാറ്ററി ഉണ്ടെന്നുള്ളത് ഓരോ തവണ വെക്കുമ്പോഴും കറക്റ്റായിട്ട് മുമ്പിൽ എഴുതി കാണിക്കും എത്ര % ബാറ്ററി ഉണ്ടെന്ന്. എനിക്കിത് എപ്പോഴും 100%. പിന്നെ ഇതിന് ഒരുപാട് ജസ്റ്ററുകൾ ഉണ്ട് കേട്ടോ. ഡബിൾ ടാപ്പ് അല്ലെങ്കിൽ സ്വൈപ്പ് അങ്ങനെയൊക്കെ പലതും ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്തെ പല ഓപ്പറേഷൻസ് നടത്താൻ സാധിക്കും. സോ അതൊക്കെ വേണ്ട ഇതിൽ ഉപയോഗിക്കുക. പിന്നെ ഈ പെന്നിൻ്റെ ഒരു ഓപ്ഷൻ ഈ സൈഡിൽ തെളിഞ്ഞിട്ടുണ്ടാകും. അതിലൊന്ന് ടാപ്പ് ചെയ്താൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് പാർഷ്യൽ സ്ക്രീൻഷോട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ഏരിയ സ്ക്രീൻ സെലക്ട് ആവും. അതിൽ നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് നമുക്ക് ടിക്ക് കൊടുത്ത് സേവ് ചെയ്ത് വെക്കാം. പിന്നെ പുതിയ നോട്ട് എടുക്കാനാണെങ്കിലും ആ സൈഡിൽ തന്നെയുണ്ട്. നോട്ട് ആപ്പൊന്നും തുറക്കണ്ട, അതിൽ നമുക്ക് എടുത്തിട്ട് സുഖമായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എഴുതിയൊക്കെ സിമ്പിളായിട്ട് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. പിന്നെ മാഗ്നിഫൈങ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇത് എയർ ജസ്റ്റർ പോലെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും തന്നെ അതിങ്ങനെ സെലക്ട് ആവുന്നുണ്ട്, ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാം. മാഗ്നിഫൈങ് ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലെറ്റേഴ്സൊക്കെ സ്ക്രീനിലുണ്ടെങ്കിൽ അതിനതാ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ സൂം ചെയ്ത് കാണിക്കും, മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്ന ഒരു സൗകര്യം. അതൊരു നൈസ് പരിപാടിയായി. ഞാൻ കുറേ നേരം ഇതിങ്ങനെ ഇട്ട് കാണിച്ചു. സോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആക്സറീസും കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിതിൻ്റെ ജനറേഷൻ ഇതാണല്ലോ AI ഫീച്ചേഴ്സിനെ കുറിച്ച് പറയണ്ടേ. ലെനോവോ AI എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതായത് ഈ AI ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓപ്പൺ ആയി വരും. അതിനകത്തേക്ക് നമ്മുടെ ഡോക്യുമെൻറ്റുകൾ നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻറ്റിലത്തെ എന്തെങ്കിലും ഒരു വിവരം വേണമെങ്കിൽ നമ്മൾ ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റ് റീഡ് ചെയ്തിട്ട് അതിന് ആ ഇൻഫർമേഷൻ തരും. നമ്മളൊരു ഡോക്യുമെൻറ്റ് തപ്പിപ്പോണ്ട. സോ അങ്ങനൊരു ഫംഗ്ഷൻ ഇതിൽ ഭംഗിയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മൈ നോളജ് ബേസ് എന്നാണ് അതിൻ്റെ പേര്. തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. ലെനോവോയിൽ ഒട്ടനവധി ഫീച്ചറുകളുണ്ട്. അത് കൂടാണ്ട് സർക്കിൾഡ് സെർച്ച്, നമ്മുടെ പതിവ് സർക്കിൾഡ് സെർച്ച് ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് പെന്ന് വെച്ചും സർക്കിൾഡ് സെർച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ താഴെ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് സർക്കിൾഡ് സെർച്ച് ഉപയോഗിക്കാം. ജെമിനൈ ലൈവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ നോട്ടിനകത്ത് റൈറ്റിംഗ് ടൂളുകൾ, റീറൈറ്റിംഗ്, സമ്മറൈസിങ്, ആ പറഞ്ഞ പരിപാടികളെല്ലാം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ലെനോവോ വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ടാബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കാണാം. അതിനകത്ത് സ്മാർട്ട് കണക്ട് അടക്കമുള്ള എല്ലാ പരിപാടികളുണ്ട്. അതായത് സ്മാർട്ട് കണക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ ഒരു PC ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാനും ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനും 2 ഡിസ്പ്ലേ ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന സ്മാർട്ട് കണക്ട് സംവിധാനം കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ AI ഫീച്ചേഴ്സ് എല്ലാം ഓൺ ഡിവൈസ് ലാർജ് ലാംഗ്വേജ് മോഡലാണ് വരുന്നത്. സോ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാം ഇതിനകത്ത് AI ഫീച്ചേഴ്സ് എല്ലാം തന്നെ. സോ മൊത്തത്തിൽ ഈ ലെനോവോ യോഗ ടാബ് പ്ലസ് എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തരക്കാർക്കും പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. സാധാരണ ഗെയിം കളിക്കാൻ വേണ്ടിയാണെങ്കിലും വലിയ ഡിസ്പ്ലേയിൽ 8 Gen 3 പവറിൽ സ്മൂത്തായിട്ട് ഗെയിം കളിക്കാം. ഇനിയിപ്പോൾ വർക്ക് ഓഫീസ് സ്റ്റാഫൊക്കെ ആണെങ്കിൽ കീബോർഡൊക്കെ വെച്ച് കീബോർഡിൻ്റെ നൈസായിട്ട് ഉപയോഗിക്കാവുന്ന സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾ ഡ്രോയിങ്ങോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെന്നുണ്ട്. ഇതിപ്പോൾ സ്റ്റുഡൻസ് ആയാലും ഓഫീസ് വർക്ക് ചെയ്യുന്നവരായാലും ഡ്രോയിങ് വർക്ക് ചെയ്യുന്ന ഏത് തരക്കാർക്കും
ഉപയോഗിക്കാവുന്ന ഒരു പവറും ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. AI ഫീച്ചേഴ്സ് എല്ലാം ലേറ്റസ്റ്റ് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ എല്ലാ തരക്കാർക്കും പറ്റിയ ഒരു ഐറ്റമാണ് ലെനോവോ യോഗ ടാബ് പ്ലസ് എന്നുള്ളതാണ്. ഉപയോഗിച്ച് നോക്കിയിരുന്നും അൺബോക്സ് ചെയ്ത് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ രീതിയിൽ ഉപയോഗിച്ച് നോക്കിയിരുന്നത് എൻ്റെ അഭിപ്രായം. ഇനി ഈ ഒരു ടാബ് നിങ്ങൾക്ക് Lenovo.com എന്ന് പറഞ്ഞാൽ ലെനോവോയുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം. അതിൻ്റെ വില 44,998 256 GB, 47,999 512 GB. സോ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് Lenovo.com എന്ന് വാങ്ങിക്കാവുന്നതാണ്. സോ അപ്പോൾ അങ്ങനെയാണ് ലെനോവോ യോഗ ടാബ് പ്ലസ് എന്ന ഒരു ടാബിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.